ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കിത് വീഡിയോ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അത്രമാത്രം എനിക്കിപ്പോൾ ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. കാരണം ഇത് പാക്ക് ചെയ്യാൻ വളരെ സേഫാണ്. പാക്ക് ചെയ്യാൻ സേഫ് മാത്രമല്ല, നമുക്ക് ഇന്ത്യയിൽ തന്നെ അത്യാവശ്യം ഇനി ഞാനിത് അയക്കാത്ത സ്റ്റേറ്റ് കുറവാണ്. എല്ലാ സ്റ്റേറ്റിലും ഞാൻ കൊറിയർ അയച്ചു. നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ പറയുകയാണ്, എനിക്കിത് ഞാൻ ലാസ്റ്റ് ഒരു സ്റ്റേറ്റിലേക്ക് അയച്ചത് 10,000 രൂപയ്ക്കാണ് ആസോൾ അയച്ചത്. അതിന് കള്ളമോ ചതിയോ ഒന്നുമില്ല. കാരണം ഈ വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മളെ കയ്യിൽ നിന്ന് സാധനം മേടിക്കുന്നവർക്കറിയാം. അപ്പം 6,000 രൂപയ്ക്ക് ആസോൾ ഒരു സ്റ്റേറ്റിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം നമുക്കിതിൻ്റെ നമുക്കിതിനെ നമുക്ക് ബിസിനസ്സായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ആ അസോള. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഉള്ളൊരു മെയിൻ വലിയ പോണ്ട് ഇതിൽ മാത്രമാണ് ഇത്രയും അസോള ഉള്ളത്. പിന്നെ കുറച്ച് വർഷമൊക്കെ അസോള ഉള്ളതുണ്ട്. അപ്പം അസോള ഞാനൊന്നെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിനാണ് നമ്മൾ അസോള എന്ന് പറയുന്നത്, സിമ്പിളി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പലതരത്തിൽ ഫുഡായിട്ട് നമുക്ക് സലാഡ്സിൽ വരെ ഫുഡായിട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങളും. ബട്ട് ഇന്ത്യയിൽ നോർമലി ഇത് അത്ര യൂസ് ചെയ്ത് വരുന്നില്ല. എന്നാലും നമുക്ക് ഭാവി ഒരു കാലത്ത് നമുക്ക്, കാരണം വളരെ നമുക്ക് ആദായ കുറവ്, മീൻസ് വലിയ ചിലവൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഫുഡ് പോലെയാണ് ഈ ഒരു പ്ലാന്റ്. ഒരു ഫാനാണ്, വാട്ടർ ഫാൻ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. മീൻസ് നമ്മൾ നോർമലി പുറത്ത് കാണപ്പെടുന്ന ഫാൻസ്, ഒത്തിരി ഫാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഫാനാണ്. ഇതൊക്കെ ഫാൻ വെറൈറ്റീസാണ്. അപ്പോൾ അതുപോലെ ഇത് നമുക്ക് പുറത്ത് കാണപ്പെടുന്ന ഫാൻ. അപ്പോൾ അതുപോലെ അകത്ത് കാണപ്പെടുന്ന ഒരു വെള്ളത്തിലുള്ളൊരു പന്നൽ ചെടിയുടെ വെറൈറ്റി ആയാലും ഒരു ഐറ്റമാണ് ഇത്. പിന്നെ ഇതുപോലെ വാട്ടർ സ്പ്രൈറ്റ് ഉണ്ട്, കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു വാട്ടർ ഫാൻ എന്നറിയപ്പെടുന്ന ഒരു സാധനമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന് അടിയിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞ് വേരുകൾ വരുന്നുണ്ട് ഇതിൽ. ആ വേര് പോയിട്ട് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മൾട്ടിപ്പിളായിട്ട് സ്പ്രെഡ് ആകാൻ പറ്റും ഇതിന്. മീൻസ് ഇതിൽ നിന്ന് ഒന്നിരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്ലാന്റ് അടുത്ത് ഉണ്ടോ, ഈ ഒരു പ്ലാന്റിനെ എനിക്ക് 2-3 പ്ലാന്റായിട്ട് സ്പ്രെഡ് ആക്കാൻ പറ്റും. അപ്പോൾ തനിയെ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ ഒരു സ്പ്രെഡിങ് ടെൻഡൻസി ഉള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇത് നടാൻ വേണ്ടി നോക്കുന്നവർ ഏറ്റവും ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു വലിയ പോണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഡബ്ബൊക്കെ എടുക്കാം. ഞാൻ ഡബ്ബിൽ ചെയ്തിട്ടുള്ളത് എനിക്ക് കുറേ പ്ലാന്റ്സ് എനിക്ക് ശരിക്കും ഉണ്ട്. കാരണം നമുക്ക് ഓരോ ദിവസം ഒത്തിരി കൊറിയർ അയക്കാൻ വേണ്ടി നമുക്ക് ഉണ്ട്. അതിലൊക്കെ നിറച്ച് കിടപ്പുണ്ട്. അതൊക്കെ കൊറിയർ അയക്കണം. ഇത് പിന്നെ ഇതിൻ്റെ മുകളിൽ കൊറിയർ അയക്കാൻ വേണ്ടി ഇതിനകത്ത് അതുണ്ടോ ഇല്ല, അല്ല ചെടി പോയി നടാതെ വെറുതെ വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് അത്യാവശ്യത്തിനുള്ള സാധനമെല്ലാം എൻ്റെ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഏകദേശം ചിലപ്പോഴൊക്കെ ഓർഡർ വരുന്നത് ഐ തിങ്ക് ഒരു വീക്കെൻഡ് എനിക്കിപ്പോൾ ലാസ്റ്റ് ഈ വീക്കെൻഡ് എനിക്കിനി ഒരു 20 പാക്കറ്റ്, ഒരു പാക്കറ്റ് നമ്മളിപ്പോൾ 100 രൂപ വെച്ചാണ്. അപ്പോൾ 100 പാക്കറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക്, അല്ല 100 10 പാക്കറ്റ് ആകുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് 100 10 ആയപ്പോൾ തന്നെ നമുക്ക് ഒരു 1000 അങ്ങനെ പറഞ്ഞാൽ നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതൊരു ബിസിനസ്സായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നമുക്കൊരു സീഡ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിന് സീഡ് നിങ്ങൾ ചിലവാക്കാനുള്ള നമ്മൾ പണ്ടത്തെ വീഡിയോസിലൊക്കെ ഞാനിപ്പോൾ സെയിൽ ചെയ്യേണ്ടതുകൊണ്ടിരുന്നവർ 50 രൂപയാണ്. ബട്ട് പലരും വീഡിയോ കണ്ടിട്ടൊന്ന് ചോദിക്കും, ബ്രോ 50 രൂപയാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് 100 രൂപയ്ക്കാണ് ഞാൻ ഒരു പാക്കറ്റ് സെയിൽ ചെയ്യുന്നത്. ഡയറക്റ്റായിട്ട് ഞാൻ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കള്ളോ വേറെ കാര്യങ്ങളൊന്നുമില്ല, വെറും 100 രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. അത് പോയിട്ട് നമുക്ക് മിനിമം ഓർഡർ ചെയ്യാനുള്ള എമൗണ്ട് 200 രൂപയാണ്. അങ്ങനെ പറയാൻ കാരണം നമുക്കൊരു ബോക്സിലാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. ആ പാക്ക് ചെയ്യാൻ നമ്മൾ വാങ്ങുന്ന ബോക്സിന് നമുക്ക് 20 രൂപ ചിലവാകും. ആമസോണിൽ നിന്നാണ് വരുത്തുന്നത്. 20 രൂപ ചിലവാണ്. അത് പോയിട്ട് നമ്മളതിനെ ചുറ്റി ഒട്ടിക്കുക, പ്രിൻ്റ് എടുത്ത് നമ്മൾ 2 സാധനം ഒട്ടിക്കുക, പിന്നെ കൊണ്ട് കൊടുക്കുക കൊറിയർ ഓഫീസിൽ നമുക്കൊരു 70 to 80 ആ റേഞ്ച് ആവും. അത് പോയിട്ട് നമുക്ക് ഇത്രയും എമൗണ്ട് നമുക്ക് വരുമ്പോൾ കൊറിയർ ചാർജ് എന്ന് പറഞ്ഞാൽ 90 രൂപയാണ് ഞാൻ ഒരാളിന് മേടിക്കുന്നത്. അപ്പം 290 എന്ന് പറഞ്ഞൊരു എമൗണ്ട് നമുക്ക് വന്നില്ലെങ്കിൽ, ഒരാൾ ഓർഡർ ചെയ്യുമ്പോൾ മിനിമം 290 രൂപ വന്നില്ലെങ്കിൽ നമുക്ക് പാക്കിങ്ങും അതിൻ്റെ നമുക്ക് എല്ലാത്തിനും ചിലവാണല്ലോ പാക്കിങ്ങിൻ്റെ അത്. പിന്നെ അല്ലാതെ നമുക്ക് പണ്ട് ഞാൻ വെറും മിനിമം ഓർഡർ 100 രൂപയായിരുന്നു. ഇപ്പോൾ ഞാൻ 100 രൂപ മാറ്റി നമ്മൾ മിനിമം ഓർഡറിൻ്റെ എമൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് വെറും മിനിമം ഓർഡർ ചെയ്യാനുള്ള എമൗണ്ട് 200 ആക്കാൻ കാരണം അതാണ്. കാരണം ചിലർ ചോദിച്ചു, ബ്രോ ഇന്നും പലരും 100 രൂപയ്ക്ക് ഓർഡർ ചെയ്യുന്നത്. പക്ഷേ അത് പലരും ചെയ്യുന്നതാവും, പക്ഷേ എനിക്കത് പറ്റില്ല. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ മാറ്റിയത്. അപ്പോൾ നമുക്ക് ഇത് അസോളാസ് ഉണ്ട്. അപ്പോൾ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ, മേടിക്കാൻ താല്പര്യമുള്ളവർ ചെയ്യുക. പിന്നെ ഇത് നമുക്ക് നടാൻ വേണ്ടിയുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതുപോലത്തെ ഒരു പോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പോട്ടിന് ഏകദേശം ഇത്രത്തോളം നമ്മൾ ഏറ്റവും അടിഭാഗത്ത് ചാണകം, ഉണക്ക ചാണകം ഇടാവും. അത് ഞാൻ കാര്യം പറഞ്ഞുതരാം. ഉണക്ക ചാണകം ഇടുക, അതിൻ്റെ മുകളിൽ മണ്ണിടുക. എന്നിട്ടൊരു 10 സെൻറ്റിമീറ്റർ മതി നമ്മുടെ അസോളയ്ക്ക് മുകളിൽ വെള്ളമുള്ളത്. മണ്ണും ചാണകവും മിക്സ് ചെയ്യാത്ത രീതിയിൽ നടുക. പിന്നെ നിങ്ങൾ വേറെ അറിഞ്ഞിരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, പലരും അസോള മേടിച്ചുകൊണ്ട് പോയിട്ട് പച്ച ചാണകം കലക്കി വീത്തും. പെട്ടെന്ന് വളരട്ടെ, അങ്ങനെ പച്ച ചാണകം കലക്കി വീത്തരുത്. അങ്ങനെ വീത്തി കഴിഞ്ഞാൽ പച്ച ചാണകത്തിൽ അസിഡിറ്റി കൂടുതലാണ്. മീൻസ് ആ അസിഡിറ്റി കറക്റ്റ് ഡയറക്റ്റ് നമ്മൾ വെള്ളത്തിലേക്ക് എത്തുകയും മീനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മീനും ചത്തുപോകും, അസോള അഴിപ്പോകും. കാരണം പ്ലാന്റ്സിന് അസിഡിറ്റി ഓവർ പാടില്ല. ഒരു മിനിമം നമുക്ക് ന്യൂട്രലാണ് പ്ലാന്റ്സിനും ഇതിനെല്ലാം നമുക്ക് നോർമലി ജീവിക്കാൻ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ അസിഡിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇൻ കേസ് അത് പോകും. അതുപോലെ ആൽക്കലിനിറ്റിയും കൂടുതലാകാൻ പാടില്ല. ആൽക്കലിനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സോപ്പിൻ്റെ എമൗണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതും ഒരു പരിധി വരെ നമുക്ക് പ്രോബ്ലം ആവും. അപ്പോൾ
ഈ വീക്ക് എനിക്ക് ഒരു 2000 നമുക്ക് പാക്കറ്റ്സ് അല്ല 2000 രൂപയ്ക്ക് നമുക്ക് സെയിലുണ്ട് അസോള. കാരണം ഇതെല്ലാം ഇനി മൊത്തം എനിക്ക് ഇവിടുന്ന് ക്ലീൻ ചെയ്തെടുക്കും. കാരണം അസോള അത്രയും നമുക്ക് ഓഫറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിച്ച് ഇത്രയും ഓർഡർ ചെയ്തതിന് നന്ദിയുണ്ട്. ലാസ്റ്റ് ഒരു വീക്ക് എനിക്ക് ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് 1 ലക്ഷം രൂപ 2 ലക്ഷം അടുപ്പിച്ച് ഞാൻ ഒരു മാസം ഞാൻ സെയിൽ ചെയ്തു ഈ അസോളയിൽ നിന്ന് മാത്രം. കാരണം അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്തുമാത്രം നമുക്ക് സെയിൽസ് ഉണ്ടെന്ന്. അപ്പോൾ അതിന് കാരണം നമ്മളെ കസ്റ്റമേഴ്സ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുക, പിന്നെ നമ്മുടെ ഫാമിലി നമുക്ക് തരുന്ന ഒരു സപ്പോർട്ട്. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് നമുക്കിതെല്ലാം സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അതാണ് നിങ്ങളുടെ ഒരു കാര്യം. നിങ്ങൾ മാക്സിമം നമ്മൾ എത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യുമോ അതനുസരിച്ച് നമ്മൾ മാക്സിമം പല പല വെറൈറ്റീസ് കളക്ഷൻസൊക്കെ നമ്മളിലേക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് അരുൺ ആൻഡ് അവർ ടീം. അപ്പോൾ നമുക്ക് എങ്ങനെ നടന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുമോ. മീർ കടിച്ചു തുടങ്ങി, നിറച്ച് മീറുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അരുൺ ഗോയിങ് ടു സൈനിങ് ഔട്ട്. അപ്പോൾ വാങ്ങാൻ വേണ്ടിയുള്ള നമ്പർ 980 980 6874. ദിസ് ഈസ് അരുൺ സൈനിങ് ഔട്ട്.